ഈ ശുദ്ധമായ ഊർജത്തിൻ്റെ തലത്തിലേക്ക് വികാസം കൊള്ളുക സാധ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. അത് അനായാസമാവുന്നതിന് വേണ്ടി ഞാനൊരു ധ്യാന സങ്കേതം, ധ്യാനമല്ല ധ്യാന സങ്കേതം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ അത് ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. പഞ്ചഭൂത മെഡിറ്റേഷൻ എന്നാണ് അതിൻ്റെ സങ്കല്പം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മുഴുവൻ പ്രകൃതിയും, മുഴുവൻ പ്രതിഭാസങ്ങളും, മുഴുവൻ വസ്തുക്കളും. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അറിയാം. ഈ ആകാശവും ആകാശത്തിനുപരിയായിട്ടുള്ള അനന്തതയും, ഈ അനന്തതയിൽ നിന്നും അനന്തത പഞ്ചീകരിച്ച് ആകാശമായി, ആകാശം പഞ്ചീകരിച്ച് വായുവായി, വായു പഞ്ചീകരിച്ച് അഗ്നിയായി, അഗ്നി പഞ്ചീകരിച്ച് ജലമായി, ജലം പഞ്ചീകരിച്ച് ഭൂമിയായി. ഈ ഭൂമിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ ഈ ഭൂമിയുടെ തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ഭൂമിയുടെ തലത്തിൽ നിന്നും മുകളിലേക്ക് ഇതുപോലെ പടിപടിയായി ഉയർന്നു പോകാൻ കഴിഞ്ഞാൽ അത് നമ്മളെ സ്വാഭാവികമായി തന്നെ ഈ ശുദ്ധമായ ഊർജത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായും. ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതെ, ആ ചോദ്യം മറുപടിയാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ഘടകങ്ങളും ഉണ്ട്. ആകാശവും അഗ്നിയും ജലവും എല്ലാം അടങ്ങിയതാണ് ഈ ശരീരവും. അത് തന്നെ നോക്കൂ, ശരീരം എല്ലാം അടങ്ങിയതാണ് ശരീരം. പക്ഷേ ഇതിൻ്റെ അനുപാതത്തിന് വ്യത്യാസമുണ്ട്. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഖരപദാർത്ഥങ്ങളാണ് കൂടുതൽ. ഒപ്പം തന്നെ ഖര സ്വഭാവമുള്ള ജലവും. അഗ്നിയുടെ സാന്നിധ്യം താരതമ്യേന കുറവാണ്. വായുവിൻ്റെ സാന്നിധ്യം തുച്ഛം. അത് ആകാശത്തിൻ്റെ സാന്നിധ്യം ഖരപദാർത്ഥത്തിൽ വളരെ പരിമിതമായിരിക്കും. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. സ്പേസ്. ഇപ്പോൾ രണ്ട് കോശങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ആകാശം. അതിനാണ് ശരീരത്തിൽ എല്ലാത്തിലും. ഒരു കല്ലിലാണെങ്കിലും രണ്ട് സൂക്ഷ്മ കണികളുടെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. അനവധി സൂക്ഷ്മ കണികളുടെ ഒരു കൂട്ടാണ് ഒരു കല്ലെന്ന് പറയണത്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാൽ ഒരു കെട്ട് പഞ്ഞിക്കകത്ത് ഈ സ്പേസിൻ്റെ അംശം കൂടുതലായിരിക്കും. അതെ, അതുകൊണ്ടാണ് അതിന് കനം കുറവ് വരിക. അതെ, അത് മറ്റേ കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കും, സോഫ്റ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഭൂമിക്ക് കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നേരിട്ട് അഗ്നിയിലേക്കോ ആകാശത്തിലേക്കോ വായുവിലേക്കോ പ്രവേശിക്കാൻ കഴിയില്ല, അല്ലേ? അതിന് ജലത്തിൽ അലിയണം. ജലത്തിന് എന്താ ഒരു സവിശേഷത? ഭൂമിയെ അപേക്ഷിച്ച് സഞ്ചാര പ്രാപ്തിയുണ്ട്. ശരിയല്ലേ? ജലത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങിപ്പോകാൻ കഴിയും, ഒഴുകി പരക്കാൻ കഴിയും. അതെ. എന്നാൽ അത് പൂർണ്ണമാണോ? അല്ല, പരിമിതമാണ്. എന്താണ് ആ പരിമിതി? മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ അതിന് പ്രവഹിക്കാൻ കഴിയൂ. ശക്തിയുണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ശക്തിയുള്ളൂ, താഴെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ശക്തിയില്ല. ശരിയല്ലേ? അപ്പോൾ ഈ മുകളിലേക്ക് പോകാതെ നമുക്ക് ഹയർ സ്റ്റേജിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ആകാശം അനന്തതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ തലത്തിൽ നിന്ന് തലത്തിനെ അതിവർത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ജലം എവിടെയാണ് ലയിക്കുന്നത്? അഗ്നിയിൽ. അഗ്നിയിലേക്ക് ജലം ലയിച്ചു പോകും. കാരണം പിന്നെ നീരാവിയായി മാറുന്നത് ജലത്തിലൂടെയാണ്. ഇനി അഗ്നിയിലേക്ക് ലയിച്ചിരിക്കുന്ന ജലം എന്താണ് സംഭവിക്കുക? അത് അഗ്നിയുടെ സ്വഭാവം എന്താണ്? അതിന് മുകളിലേക്ക് ഉയരാനുള്ള ഒരു ത്രാണിയുണ്ട്. അതുകൊണ്ടാണ് അഗ്നിയെ വളരെ വിശിഷ്ടമായി നമ്മൾ കാണുക. പ്രകാശപൂരിതമാണ്, മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രകാശപൂരിതം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ മായ്ച്ചു കളയുന്നതിന് സഹായമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് അഗ്നി കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ജലം എപ്പോഴും അഗ്നിയിലേക്ക് ലയിക്കാനുള്ള ഒരു ത്വര പുലർന്നുണ്ടാവും. ആ ത്വര ജലത്തെ അഗ്നിയിലേക്ക് ലയിപ്പിക്കുന്നു. അഗ്നി എവിടെയാണ് ലയിക്കുന്നത്? വായുവിൽ. വായുവില്ലാതെ അഗ്നിക്ക് നിൽക്കാൻ പറ്റില്ല. വായുവാണ് അഗ്നിയുടെ അടിസ്ഥാനം. ഈ വായുവിലേക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് കത്തുള്ളൂ. ഈ വായുവിലേക്ക് അഗ്നി ലയിച്ചു കയറും സ്വാഭാവികമായി. വായു എവിടെ ലയിക്കും? അത് അനന്തതയിൽ ആകാശത്തിലാണ്. ആകാശം എവിടെ ലയിക്കും? അത് ഇതിനപ്പുറത്തുള്ള ശുദ്ധമായ എനർജിയിൽ, അതിരുകളില്ലാത്ത
ആനന്ദഭരിതമായ അവസ്ഥയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ലയിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ ആകാശമാണ് എന്നുള്ള അനുഭവം കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമാണ് എന്നാണ് ഈ പഞ്ചഭൂത മെഡിറ്റേഷൻ്റെ, പഞ്ചഭൂത ധ്യാന സങ്കേതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അപ്പോൾ അത് അതിന് ഉത്തരവായില്ലേ? ആദ്യം ചോദിച്ചതിൻ്റെ അതെ അതെ ഉത്തരവായി സ്പഷ്ടമായി. അങ്ങനെ ഒരു സാധ്യതയാണ് എല്ലാ ധ്യാന സങ്കേതങ്ങൾക്കകത്തും ഉള്ളത്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഒരുപാട് വൈകിയത് കാരണം നമുക്ക് ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഇത്രയും നേരം അമേസിംഗ് ഡേയുടെ പ്രേക്ഷകരോട് അങ്ങയുടെ ഈ വാഗ്ധരണികൾ നൽകിയതിന് വളരെ നന്ദി. നന്ദി.